എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2026 ജൂൺ 22 മുതൽ 28 വരെയുള്ള കാലയളവിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ പ്രധാന ഗ്രഹനിലകൾ ശ്രദ്ധിച്ചാൽ കർക്കിടകം രാശിയിൽ തുടരുന്ന വ്യാഴവും മീനം രാശിയിലെ ശനിയും ഇടവം രാശിയിലെ ചൊവ്വയും ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓരോ രാശിക്കാർക്കും ഈ കാലയളവ് നൽകുന്ന ഗുണദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. ഓരോ വ്യക്തിയുടെ ജനനസമയത്തിനും ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ഈ പറയുന്ന ഫലങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. കൂടുതൽ വ്യക്തതയ്ക്കും ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷപരമായ ഇത്തരം വിശേഷങ്ങളും വാരഫലങ്ങളും കൃത്യസമയത്ത് നിങ്ങളിൽ എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുതേ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കും. മുടങ്ങിക്കിടന്ന ചില പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ സമയം യോജിച്ചതാണ്. എങ്കിലും പുതിയ നിക്ഷേപങ്ങളിൽ മുതിരുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കുക. സാമ്പത്തികമായി പൊതുവെ ഭദ്രമായ വാരമാണിത്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കിയാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒത്തുചേരാൻ അവസരമുണ്ടാകും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ പണം ചെലവാകാൻ സാധ്യത കാണുന്നു. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് അല്പം ശ്രദ്ധ കുറയുന്നതായി അനുഭവപ്പെടാം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയക്രമം പാലിക്കാനും ശ്രമിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ അലർജി സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്തുള്ള ഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ഉറപ്പാക്കുക. ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തുക. ദേഷ്യവും അമിതമായ ആത്മവിശ്വാസവും ഒഴിവാക്കി വിവേകത്തോടെ പെരുമാറുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനും കാര്യസാധ്യത്തിനും ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി അർച്ചന നടത്തുന്നതും ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി നിറവേറ്റാൻ കഴിയും. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ ഈ ആഴ്ച നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ സാധിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിയും. പഴയ കടബാധ്യതകൾ തീർക്കാൻ അവസരം ലഭിച്ചേക്കാം. എന്നാൽ അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ കുടുംബത്തിൽ നടന്നേക്കാം. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നു.
പങ്കാളിയുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണിത്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും നല്ല വിജയം കൈവരിക്കാനും സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും. പരീക്ഷകളിൽ എഴുതുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ജോലിയിലെ തിരക്ക് കാരണം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. പുതിയ ആളുകളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഒന്നും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കുക. അമിത ജോലിഭാരം ഒഴിവാക്കി ചെറിയ ഇടവേളകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും കൂടുതൽ നേട്ടങ്ങൾക്കും ഐശ്വര്യത്തിനും ഉത്തമമാണ്. കൂടാതെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. തൊഴിലിടത്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന സഹകരണം കാര്യങ്ങൾ എളുപ്പമാക്കും. എന്നാൽ ബിസിനസ് രംഗത്തുള്ളവർ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക. പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരാനിടയുണ്ട്. അതിനാൽ കരുതിവെച്ച പണം അനാവശ്യമായി ചെലവാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്നതിലൂടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. എങ്കിലും വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണിത്. പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കുകയും മത്സര പരീക്ഷകളിൽ നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യും. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. അധ്യാപകരുടെ പിന്തുണ പഠനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ജോലിയിലെ സമ്മർദ്ദം മൂലം മാനസികമായ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതെ നോക്കാൻ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ദേഷ്യം നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും ശ്രദ്ധിക്കുക. ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ മഹാവിഷ്ണുവിനെ ഭജിക്കുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. പുണർദം അവസാന മുക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരം അനുകൂലമായ സാഹചര്യങ്ങളാണ് അധികവും കാണുന്നത്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ സാധിക്കുന്ന വാരമാണിത്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥാനക്കയറ്റമോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കരുത്. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ ആഴ്ച വളരെ അനുയോജ്യമാണ്. സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട വാരമായിരിക്കും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും പഴയ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെലവുകൾക്ക് സാധ്യത കാണുന്നു. ആഭരണങ്ങളോ വസ്തുക്കളോ വാങ്ങാൻ താൽപ്പര്യം തോന്നും. കുടുംബത്തിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളോടൊത്ത് യാത്രകൾ പോകാനോ ആഘോഷങ്ങൾ പങ്കെടുക്കാനോ അവസരം ലഭിക്കും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ദീർഘകാലമായി അകന്നു നിന്നിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ ഇടവരും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണിത്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ കോഴ്സുകൾ ചേരാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. എന്നിരുന്നാലും കാലാവസ്ഥാ മാറ്റം കാരണം ജലദോഷം പോലുള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. വ്യായാമങ്ങൾ മുടക്കാതെ തുടരുന്നത് ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വന്തം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത്. അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക. അമിതമായ അലച്ചിലും യാത്രകളും ഒഴിവാക്കി വിശ്രമത്തിന് സമയം കണ്ടെത്തുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവനെ കൂവളത്തില സമർപ്പിക്കുന്നതും മാനസിക ശാന്തിക്കും കാര്യവിജയത്തിനും ഉത്തമമാണ്.
മകം, പൂരം, ഉത്രം കാൽഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം കാര്യവിജയവും സന്തോഷകരമായ അനുഭവങ്ങളും നിറഞ്ഞതായിരിക്കും. ആത്മവിശ്വാസത്തോടെയും പ്രസന്നതയുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹകരണം ലഭിക്കും. ഔദ്യോഗികമായി ചില പുതിയ ചുമതലകൾ ലഭിക്കാനിടയുണ്ട്. അവ ഭംഗിയായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ലാഭകരമായ അവസരങ്ങൾ വന്നു ചെയ്യും. സാമ്പത്തികമായി നല്ല വാരമാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുമാനത്തിനൊപ്പം തന്നെ അനാവശ്യ ചിലവുകളും നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധ അഭിപ്രായം തേടിയ ശേഷം മാത്രം തീരുമാനമെടുക്കുക. കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒത്തുചേരാൻ അവസരം ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗകര്യങ്ങളോ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്ലാനുകൾ നടപ്പിലാക്കാൻ സാധിക്കും. പങ്കാളിയുമൊത്തുള്ള സമയം വളരെ സന്തോഷകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. പരീക്ഷകൾ എഴുതുന്നവർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ജോലിഭാരം കാരണം അമിതമായ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ആവശ്യത്തിന് വിശ്രമവും നല്ല ഭക്ഷണവും ഉറപ്പാക്കുക. പതിവായുള്ള വ്യായാമം മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ പരുഷമായ വാക്കുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. ദൂരയാത്രകൾ നടത്തുമ്പോൾ വാഹനമോടിക്കുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തുക. ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യഭഗവാനെ ഭജിക്കുന്നത് കൂടുതൽ ഊർജ്ജസ്വലതയ്ക്കും തടസ്സങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പരിശ്രമത്തിനൊത്ത ഫലം ലഭിക്കുമെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. തൊഴിലെടുത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. ഇത് ആദ്യം അല്പം സമ്മർദ്ദം നൽകുമെങ്കിലും നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും കൊണ്ട് അവ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നിലവിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ട വാരമാണ്. വരുമാനം തൃപ്തികരമാണെങ്കിലും അപ്രതീക്ഷിത ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ കണക്ക് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നത് പ്രശ്നങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകാൻ സമയം കണ്ടെത്തുക. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടുന്നതിൽ താൽപ്പര്യം കാണിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി പഠനത്തിൽ നിരന്തരം പരിശ്രമിക്കുന്നത് കൂടുതൽ നേട്ടങ്ങൾ നൽകും. ആരോഗ്യകാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും കാലാവസ്ഥാ മാറ്റം കാരണം തൊണ്ട സംബന്ധമായ ചെറിയ അസ്വസ്ഥതകളോ ജലദോഷമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. സാമ്പത്തിക ഇടപാടുകളിലും രേഖകൾ ഒപ്പിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ദേഷ്യവും അമിതമായ ആത്മവിശ്വാസവും ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ബുധനാഴ്ചകളിൽ ഗണപതിയെ ഭജിക്കുന്നതും ഗണപതി ക്ഷേത്ര ദർശനമോ വിഷ്ണു ക്ഷേത്ര ദർശനമോ നടത്തുന്നതും കാര്യതടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാക്കുക. തൊഴിൽ, സാമ്പത്തിക രംഗങ്ങളിൽ പുരോഗതിയും കുടുംബത്തിൽ സന്തോഷവും പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള പ്രശംസ നേടാനും സാധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അനുകൂലമായ സമയമാണിത്. സാമ്പത്തിക ലാഭവും ബിസിനസ്സിൽ വിപുലീകരണവും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വളരെ നല്ല വാരമായിരിക്കും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ദീർഘകാലമായി കുടുങ്ങിക്കിടന്ന തുകകൾ തിരികെ ലഭിക്കുകയും ചെയ്യും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ ആഴ്ച
അനുയോജ്യമാണ്. എന്നാൽ വലിയ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളോടൊത്ത് ചെറിയ യാത്രകൾ പോകാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത പുലർത്താനും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാനും സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മാനസിക ഉന്മേഷം നിലനിർത്താൻ സാധിക്കുമെങ്കിലും ജോലിയിലെ തിരക്ക് കാരണം ഉണ്ടായേക്കാവുന്ന ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ യോഗയോ ലഘു വ്യായാമങ്ങളോ ശീലിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ രേഖകൾ ശ്രദ്ധിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമിത ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. വിശാഖം അവസാനക്കാൽ അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. ചില വെല്ലുവിളികൾ ഉണ്ടാകാമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ അവയെ മറികടക്കാൻ നേട്ടങ്ങൾ കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. തൊഴിലിടത്ത് അധിക ജോലിഭാരം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ആശയവിനിമയം കൃത്യമാക്കുക. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരും മുമ്പ് നിലവിലുള്ള കാര്യങ്ങളുടെ സ്ഥിരത ഉറപ്പുവരുത്തുക. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ട വാരമാണിത്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അത്യാവശ്യമല്ലാത്ത നിക്ഷേപങ്ങൾ ഈ വാരം ഒഴിവാക്കുന്നതാണ് ഉചിതം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ വാക്കുകളിൽ ശ്രദ്ധ പുലർത്തുക. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമായി വരുന്ന വാരമാണിത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനമായി പരിശ്രമം തുടരുക. അലസത ഒഴിവാക്കി സമയക്രമം പാലിച്ച് പഠിക്കുന്നത് മികച്ച ഫലങ്ങൾ നൽകാൻ സഹായിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. വൈകുന്നേരങ്ങളിൽ ചെറിയ രീതിയിലുള്ള നടത്തമോ വ്യായാമമോ ശീലിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. അനാവശ്യ തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെടാതിരിക്കുക. ദേഷ്യം നിയന്ത്രിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ചകളിൽ ശാസ്താവിനെയോ സുബ്രഹ്മണ്യസ്വാമിയെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിന് ശാന്തി ലഭിക്കാനും ഉത്തമമാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിലിലും വ്യക്തിജീവിതത്തിലും പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ വന്നെത്തുകയും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. സാമ്പത്തികമായി നല്ലൊരു വാരമായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കും. എങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുമ്പോൾ അല്പം നിയന്ത്രണം പാലിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ കുടുംബത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒത്തുചേരാൻ അവസരമുണ്ടാകും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണിത്. പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കുകയും ചെയ്യും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച ഫലം ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ജോലിയിലെ തിരക്ക് കാരണം ഉണ്ടായേക്കാവുന്ന ക്ഷീണം ഒഴിവാക്കാൻ നല്ല ഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ഉറപ്പാക്കുക. പതിവായുള്ള വ്യായാമം മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. സാമ്പത്തിക ഇടപാടുകളിലും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി
പൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടരുത്. വ്യാഴാഴ്ച ദിവസങ്ങൾ ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നതും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യപകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. കഠിനാധ്വാനം ചെയ്യുന്ന കാര്യങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. എങ്കിലും ചെറിയ തടസ്സങ്ങളെ അതിജീവിക്കാൻ ക്ഷമ അത്യാവശ്യമാണ്. ജോലിസ്ഥലത്ത് അല്പം ശ്രദ്ധ വേണ്ട വാരമാണിത്. സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചാ മനോഭാവം പുലർത്തുന്നത് ഗുണം ചെയ്യും. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ദീർഘകാല പദ്ധതികൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികമായി ശ്രദ്ധിക്കേണ്ട വാരമാണിത്. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണം കരുതലോടെ ചെലവാക്കുക. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വലിയ തുകകൾ ചെലവാക്കുന്നത് ഒഴിവാക്കുക. പഴയ കടങ്ങൾ തീർക്കാൻ ശ്രമങ്ങൾ നടത്തും. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും തർക്കങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കാണുന്നു. അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ വാരം ശരാശരി ഫലങ്ങളായിരിക്കും ലഭിക്കുക. കൂടുതൽ ഏകാഗ്രതയോടെ പഠിച്ചാൽ മാത്രമേ മികച്ച ഫലം ലഭിക്കൂ. മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർ കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അലസത ഒഴിവാക്കുക. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത വേണം. ദഹന പ്രശ്നങ്ങളോ അലർജി സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക. കൃത്യമായ വ്യായാമവും വിശ്രമവും ശീലിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളും വാഹനം മൂടിപിടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ദേഷ്യം കുറയ്ക്കാൻ ശ്രമിക്കുക. അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ശനിയാഴ്ച ദിവസങ്ങൾ ശാസ്താവിനെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിന് ശാന്തി ലഭിക്കാനും ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹകരണം ലഭിക്കും. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഈ ആഴ്ച നല്ലതാണ്. ലാഭകരമായ ചില കരാറുകളിൽ ഒപ്പിടാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായി വളരെ നല്ല വാരമാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകുകയും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്നു ലഭിക്കുകയും ചെയ്യും. മുടങ്ങിക്കിടന്ന ചില പണമിടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും. എങ്കിലും അനാവശ്യ ധൂർത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. കുടുംബാംഗങ്ങളുമായി ഒത്തുചേരാൻ നല്ല നിമിഷങ്ങൾ പങ്കിടാനും സാധിക്കും. മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും പരീക്ഷകളിൽ എഴുതുന്നവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച വിജയം നേടാനും കഴിയും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും അത് ഭാവിയിലേക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും കാലാവസ്ഥാ മാറ്റം മൂലം ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പതിവായുള്ള വ്യായാമം തുടരുന്നത് ഉന്മേഷം നിലനിർത്താൻ സഹായിക്കും. പോഷകാഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ കണക്ക് സൂക്ഷിക്കുക. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ശനിയാഴ്ച ദിവസങ്ങൾ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളെണ്ണ വിളക്ക് കത്തിക്കുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനക്കാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. പല മേഖലകളിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും. തൊഴിലിടത്തിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരം ലഭിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ ലഭിക്കുമെങ്കിലും അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾക്ക് മുതിരുന്നതിനു മുമ്പ് നന്നായി ആലോചിക്കുക. നിലവിലുള്ള ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തികമായി പൊതുവെ ഭദ്രമായ വാരമാണിത്. വരുമാനത്തിൽ വർധനവുണ്ടാവുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ വരാൻ സാധ്യത കാണുന്നു. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യമല്ലാത്ത ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും.
കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വന്നേക്കാം. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള പ്ലാനുകൾ നടപ്പിലാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം ലഭിക്കും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനാധ്വാനം തുടരുന്നത് മികച്ച ഫലങ്ങൾ നൽകും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ജോലിയിലെ സമ്മർദ്ദം കാരണം ശാരീരികമായി ചെറിയ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്തുള്ള ഭക്ഷണവും ആവശ്യത്തിന് വിശ്രമവും ഉറപ്പാക്കുക. യോഗയോ ലഘു വ്യായാമങ്ങളോ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. സാമ്പത്തിക ഇടപാടുകളിൽ പ്രധാനപ്പെട്ട രേഖകൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ദേഷ്യവും അമിതമായ ആത്മവിശ്വാസവും ഒഴിവാക്കി വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ മഹാവിഷ്ണുവിനെ ഭജിക്കുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. എല്ലാവർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.